ഹലോ ഹായ്, എല്ലാവർക്കും പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രാഥമിക വിദ്യാഭ്യാസത്തെക്കുറിച്ചും അതുപോലെ NCERT കുറിച്ചുമാണ്. അപ്പം ചെറുതായിട്ടൊരു കുറച്ച് ഭാഗമാണ് പറയുന്നത്. ഇതിൽ കൂടുതലുണ്ടെങ്കിൽ അറിയാവുന്നവർ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പം കേരളത്തിലെ പ്രാഥമിക വിദ്യാഭ്യാസം എന്നാൽ എന്തുവാണെന്ന്. പ്രാഥമിക വിദ്യാഭ്യാസം എന്നാൽ ആദ്യത്തെ വിദ്യാഭ്യാസം എന്നാണ് പറയുന്നത്. എന്താണ് പ്രാഥമിക വിദ്യാഭ്യാസം എന്നാൽ ആദ്യത്തെ വിദ്യാഭ്യാസം എന്നാണ് പറയുന്നത്. ആദ്യത്തെ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ വിദ്യാഭ്യാസം ഗർഭാവസ്ഥയിൽ തന്നെ തുടങ്ങുന്നുണ്ട്. എന്നാൽ സാങ്കേതികമായി ഈ വാക്ക് ഉപയോഗിക്കുന്നത് ഔപചാരിക വിദ്യാഭ്യാസത്തിലെ ആദ്യഘട്ടങ്ങളെ സൂചിപ്പിക്കാനാണ്. അപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ വിദ്യാഭ്യാസം എന്നത് ഗർഭാവസ്ഥയിൽ തന്നെ തുടങ്ങുന്ന ഒരു കാര്യമാണ്. എന്നാൽ സാങ്കേതികമായി പറയുകയാണെങ്കിൽ ഔപചാരിക വിദ്യാഭ്യാസത്തിലെ ആദ്യ ഘട്ടങ്ങളെ സൂചിപ്പിക്കാനാണ് ആദ്യ വിദ്യാഭ്യാസം അല്ലെങ്കിൽ പ്രാഥമിക വിദ്യാഭ്യാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഔപചാരിക വിദ്യാഭ്യാസം എന്ന് വെച്ചാൽ എഴുതി പഠിച്ചു തുടങ്ങുന്ന ഒരു സമയമുണ്ടല്ലോ, ഒരു വിദ്യാഭ്യാസ രീതി. നമ്മുടെ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അനൗപചാരിക വിദ്യാഭ്യാസമാണ്. അതിന് ശേഷമുള്ള വിദ്യാഭ്യാസമാണ് ഔപചാരിക വിദ്യാഭ്യാസം. അപ്പോൾ അതിൻ്റെ ആദ്യ ഘട്ടങ്ങളെ സൂചിപ്പിക്കാനാണ് പ്രാഥമിക വിദ്യാഭ്യാസം എന്ന പദം ഒരു വാക്കുപയോഗിക്കുന്നത്. കേരളത്തിൽ നഴ്സറി വിദ്യാഭ്യാസത്തെ പ്രാഥമിക വിദ്യാഭ്യാസമായി പരിഗണിക്കുന്നില്ല. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് മുൻപുള്ളത് എന്ന അർത്ഥത്തിൽ പ്രീ പ്രൈമറി എന്നാണ് അവയെ പറയുന്നത്. അപ്പോൾ കേരളത്തിലാണെങ്കിൽ നഴ്സറി വിദ്യാഭ്യാസത്തെ പ്രാഥമിക വിദ്യാഭ്യാസമായി പരിഗണിക്കുന്നില്ല. നമ്മൾ മുമ്പേ പറഞ്ഞു, പ്രാഥമിക വിദ്യാഭ്യാസം എന്നാൽ ഔപചാരിക വിദ്യാഭ്യാസം തുടങ്ങുന്നതിനുള്ള ഘട്ടങ്ങളെയാണെന്ന് പറഞ്ഞു. അപ്പോൾ കേരളത്തിൽ നഴ്സറി വിദ്യാഭ്യാസത്തെ നമ്മുടെ ഔപചാരിക വിദ്യാഭ്യാസത്തിന് മുമ്പുള്ള വിദ്യാഭ്യാസത്തെ പ്രാഥമിക വിദ്യാഭ്യാസമായി പരിഗണിക്കുന്നില്ല. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് മുൻപുള്ളത് എന്നർത്ഥത്തിൽ പ്രീ പ്രൈമറി എന്നാണ് അവയെ പറയുന്നത്. അടുത്ത ഭാഗം NCERT, നാഷണൽ കൗൺസിൽ ഫോർ എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. NCERT ഭാരത സർക്കാർ 1961 രൂപം നൽകിയ ഒരു സ്വയംഭരണ സ്ഥാപനമാണ് NCERT, നാഷണൽ കൗൺസിൽ ഫോർ എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. ഭാരത സർക്കാർ 1961 രൂപം നൽകിയ ഒരു സ്വയംഭരണ സ്ഥാപനമാണ് NCERT. ശാസ്ത്ര, സാഹിത്യ, ധാർമ്മിക സംഘടനകൾക്ക് അംഗീകാരം നൽകുന്ന സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരമാണ് ഈ സ്ഥാപനം നിലവിൽ വന്നത്. ശാസ്ത്ര, സാഹിത്യ, ധാർമ്മിക സംഘടനകൾക്ക് അംഗീകാരം നൽകുന്ന ഒരു ആക്റ്റാണ് സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട്. ഈ ആക്ട് പ്രകാരമാണ് ഈ സ്ഥാപനവും, അതായത് NCERTയും നിലവിൽ വന്നത്. അപ്പോൾ NCERT ഭാരത സർക്കാർ 1961 രൂപം നൽകിയ ഒരു സ്വയംഭരണ സ്ഥാപനമാണ്. അത് സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരമാണ് ഈ സ്ഥാപനം നിലവിൽ വന്നത്. ഈ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് എന്ന് പറഞ്ഞാൽ ശാസ്ത്ര, സാഹിത്യ, ധാർമ്മിക സംഘടനകൾക്ക് അംഗീകാരം നൽകുന്ന ഒരാക്റ്റാണ് സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട്. ഈ ആക്ട് പ്രകാരമാണ് ഈ സ്ഥാപനം നിലവിൽ വന്നത്. ന്യൂഡൽഹിയിലെ അരബിന്ദോ മാർഗിലാണ് NCERT സ്ഥിതി ചെയ്യുന്നത്. ന്യൂഡൽഹിയിലെ അരബിന്ദോ മാർഗിലാണ് NCERT സ്ഥിതി ചെയ്യുന്നത്. 2015 മുതൽ ഡോക്ടർ ഹൃഷികേശ് സേനാപതിയാണ് ഈ കൗൺസിലിൻ്റെ ഡയറക്ടർ. ഇപ്പം അദ്ദേഹം മാറിയിട്ടുണ്ട് കേട്ടോ. ഇത് നേരത്തെ ഒരു ന്യൂസാണ്, 2015 അത് നോക്കേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു. അപ്പോൾ NCERT എന്ന് പറഞ്ഞാൽ നാഷണൽ കൗൺസിൽ ഫോർ എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് 1961 രൂപം നൽകിയ ഒരു സ്വയംഭരണ ഭാരത സർക്കാർ രൂപം നൽകിയ ഒരു സ്വയംഭരണ സ്ഥാപനമാണ്. സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരമാണ് ഈ സ്ഥാപനം നിലവിൽ വന്നത്. ന്യൂഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അരബിന്ദോ എന്ന് പറയുന്ന ഒരു അരബിന്ദോ മാർഗിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് NCF, നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക്, ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂട്. 2005 കൗൺസിൽ ഒരു പുതിയ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് കൊണ്ടുവന്നു. നാഷണൽ സ്റ്റിയറിംഗ് കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റ് ചെയ്തത്. 4 അടിസ്ഥാന തത്വങ്ങളിൽ അധിഷ്ഠിതമാണിത്. സ്കൂളിന് പുറത്തേക്ക് അറിവിനെ ബന്ധിപ്പിക്കുക,
കാണാതെ പഠിക്കുന്ന പരമ്പരാഗതമായ പഠന രീതിയിൽ നിന്നുള്ള ഒരു മാറ്റം, പാഠപുസ്തകത്തിനപ്പുറത്ത് കുട്ടികളുടെ പൂർണ്ണമായ വികാസത്തെ പരിപോഷിപ്പിക്കുന്ന തരത്തിലുള്ള കരിക്കുലം, ക്ലാസ് റൂം ജീവിതവുമായി ചേരുന്ന വിധത്തിൽ പരീക്ഷകളെ മാറ്റുക. അങ്ങനെ 4 തത്വങ്ങൾ അധിഷ്ഠിതമാണ് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് എന്ന് പറയുന്ന ആ ഒരു ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂട്. അപ്പം NCERTയുടെ ഡയറക്ടർ 2023 പ്രൊഫസർ ദിനേശ് പ്രസാദ് സഗ്ലാനി. പ്രൊഫസർ ദിനേശ് പ്രസാദ് സഗ്ലാനി, NCERT നാഷണൽ കൗൺസിൽ ഫോർ എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ്ങിൻ്റെ ആ ഒരു സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത് പ്രൊഫസർ ദിനേശ് പ്രസാദ് സഗ്ലാനി. CBSE സ്കൂളുകളിലേക്കും സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള സ്കൂളുകളിലേക്കും പാഠപുസ്തകങ്ങളും പാഠ്യപദ്ധതിയും തയ്യാറാക്കുന്ന ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂട് അനുസരിച്ചാണ് CBSE സ്കൂളിലേക്കും സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള സ്കൂളുകളിലേക്കും പാഠപുസ്തകങ്ങളും പാഠ്യപദ്ധതിയും തയ്യാറാക്കുന്നത് ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂട് അനുസരിച്ചാണ്. നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കിൻ്റെ അനുസരിച്ചാണ് CBSE സ്കൂളുകളിലും കേരള ഗവൺമെൻറ് സ്കൂളുകളിലുള്ള പാഠപുസ്തകങ്ങളും പാഠ്യപദ്ധതിയും തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. അപ്പം പ്രാഥമിക വിദ്യാഭ്യാസത്തെക്കുറിച്ചും പിന്നെ NCERTയെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ചെറുതായിട്ടൊന്ന് നോക്കിയത്. അപ്പോൾ എല്ലാവട്ടം പറയുന്നത് പോലെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമുക്ക് ക്ലാസ്സുകൾ തുടരാം. ഇതിൻ്റെ കൂടെ പങ്കെടുക്കാൻ തയ്യാറുള്ളവർ, ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവർ ഫോളോ ചെയ്യുക. ഇതിന് മുമ്പുള്ള കുറേ വീഡിയോസ് നമ്മുടെ പഴയ ക്ലാസ്സിൻ്റെ കിടപ്പുണ്ട്, അതൊക്കെ ഒന്ന് കാണുക. താല്പര്യമുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് കാണുക. അപ്പം പുതിയതായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് ലൈക്കും ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് ഉടനെ കാണാം. അതുവരെ ബൈ.